ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ടെസ്റ്റിൽ നിന്നും വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ വിരമിച്ച ന്യൂസൊക്കെ കണ്ട് നമ്മളിങ്ങനെ പുതിയ അപ്ഡേറ്റുകളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലും ഇൻസ്റ്റഗ്രാമിലും എല്ലാം വളരെ ട്രെൻഡിങ് ആയിട്ടൊരു ന്യൂസ് ഓടിക്കൊണ്ടിരിക്കുന്നത് നിക്കോളാസ് പൂറൻ തൻ്റെ 29ാമത്തെ വയസ്സിൽ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുന്നു. വളരെ ഞെട്ടിക്കുന്ന ഒരു ഷോക്കായി ക്രിക്കറ്റ് പ്രേമികൾക്ക്. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പകാലം തന്നെയാണ്. 29ാമത്തെ വയസ്സിൽ അദ്ദേഹം നല്ല ഫോമിൽ നിൽക്കുമ്പോൾ 1995 ഒക്ടോബർ 2-ാം തീയതി ട്രിനിഡാഡിൽ ജനിച്ച നിക്കോളാസ് പൂറൻ അദ്ദേഹം 2020 അരങ്ങേറുന്നത് 2016 ഓഡിയിൽ വെസ്റ്റ് ഇൻഡീസിന് വേണ്ടി അരങ്ങേറുന്നത് 2019 മാത്രമാണ്. ടെസ്റ്റിൽ ഇതുവരെ അരങ്ങേറിയിട്ടില്ല എന്നാണ്, ടെസ്റ്റിൽ ഇതുവരെ കളിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനൊരു തീരുമാനമെടുത്തതെന്ന് എല്ലാ ക്രിക്കറ്റ് പ്രേമികളും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കി. പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല എന്തുകൊണ്ട് അദ്ദേഹം ഇത്ര നേരത്തെ തന്നെ, ചിലപ്പോൾ ടീമിൽ നിന്നുള്ള സെലക്ടേഴ്സിൽ നിന്നുള്ള അവഗണനയോ എന്തോ, വളരെ ഒരു മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ IPL 2025 2025 IPL 2025 ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചത്. 524 റൺസാണ് അദ്ദേഹം സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് ടോപ്പ് 6 സ്കോറേഴ്സിൽ ഏറ്റവും ടോപ്പിൽ അദ്ദേഹം തന്നെയാണ്. 40 സിക്സുമായി ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കുകയാണ്. ഏകദേശം ഒരു പകുതി മാച്ചോളം കഴിയുമ്പോൾ അദ്ദേഹം ഏകദേശം 30+ സിക്സസ് സ്കോർ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മാച്ചിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഏകദേശം 50-60 സിക്സോളം അദ്ദേഹം ഈ സീസണിൽ നേടേണ്ടതായിരുന്നു. പക്ഷേ ചില മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഫോം ഔട്ടായപ്പോൾ 40 സിക്സ് റൺ എങ്കിൽ പോലും ടോപ്പ് 6 സ്കോറർ അദ്ദേഹമാണ് കഴിഞ്ഞ IPL. എന്നിട്ടും അത്രയും മികച്ചൊരു ഫോമിൽ നിൽക്കുന്ന സമയത്ത് എന്തുകൊണ്ട് അദ്ദേഹം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്ന് ചോദിച്ചാൽ, അത് നിക്കോളാസ് പൂറൻ അദ്ദേഹം നൽകിയൊരു വിശദീകരണം, സോഷ്യൽ മീഡിയ അദ്ദേഹം നൽകിയൊരു വിശദീകരണം എന്തെന്നാൽ, അദ്ദേഹത്തിന് ക്രിക്കറ്റ് ആസ്വദിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. ചിലപ്പം അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൽ നിന്നുള്ള സെലക്ടേഴ്സിൽ നിന്നുള്ള അവഗണനയാണോ അതോ മറ്റെന്തെങ്കിലും പേഴ്സണൽ റീസൺ ആണോ എന്നറിയില്ല. എന്തായാലും വളരെ ഏറെ വിഷമകരം ഉണ്ടാക്കുന്നൊരു ന്യൂസാണത്. കാരണം നല്ലൊരു ക്രിസ് ഗെയിലിന് ശേഷം IPL വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ച ഒരു വെസ്റ്റ് ഇൻഡീസ് പ്ലെയർ തന്നെയാണ് അദ്ദേഹം. ഷിംറോൺ ഹിറ്റ്മെയറും ജേസൺ ഹോൾഡറും ഒക്കെ ഉണ്ടെങ്കിലും അവരെക്കാളും ഒക്കെ അധികമായി ക്രിസ് ഗെയിലിന് ശേഷം IPL നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞ ഏക പ്ലെയർ അത് നിക്കോളാസ് പൂറൻ തന്നെയാണ്. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാവി ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹം IPL, BPL, പാകിസ്ഥാൻ ലീഗ് അങ്ങനെയുള്ള ലീഗുകളിലൊക്കെ ചിലപ്പം കണ്ടിന്യൂ ചെയ്യാൻ സാധ്യത ഉണ്ടായിരിക്കാം. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ തീരുമാനങ്ങളാണ് അതെല്ലാം. നമുക്ക് വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ അറിയാൻ കഴിയും. ബൈ ഫ്രണ്ട്സ്.